വെൻ സയൻസ് ലീവ്സ് ദ ക്ലാസ് റൂം, തിയറി വേഴ്സസ് പ്രാക്ടീസ് എന്നാണ് ഇന്നത്തെ വിഷയത്തിന് കൊടുത്തിരിക്കുന്ന തലക്കെട്ട്. ഇത് നേരത്തെ ആദർശ് സൂചിപ്പിച്ചതുപോലെ ഒരു ടീച്ചേഴ്സ് വർക്ക്ഷോപ്പിൻ്റെ കൂടി ഭാഗമാണ് എന്നുള്ളത് കൊണ്ടാണ് പ്രൈമറിലി ഈ ഒരു വിഷയം ചർച്ചയ്ക്കെടുത്തത്. പക്ഷേ ടീച്ചേഴ്സ് ആ വർക്ക്ഷോപ്പിന് പുറത്തേക്ക് ഇതിൻ്റെ സ്കോപ്പ് പിന്നീട് വ്യാപിച്ചത് കൊണ്ട് കുറച്ചുകൂടി പരത്തി ആയിരിക്കും നമ്മൾ ഈ വിഷയം സംസാരിക്കുന്നത്. ആ ടൈറ്റിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വെൻ സയൻസ് ലീവ്സ് ദ ക്ലാസ് റൂം എന്നാണ്. സയൻസ് ക്ലാസ് റൂമിന് വെളിയിലേക്ക് ഇറങ്ങിയതിന് ശേഷമുള്ള കാര്യമാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ പൊതുവിൽ അത് ആ ടൈറ്റിലിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത്, പൊതുവിൽ സയൻസ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഒരാൾ ഇടപെടുന്നത് ക്ലാസ് റൂമിലാണ് ആദ്യം. അല്ലെങ്കിൽ സയൻസ് എന്ന് പറയുന്ന വാക്ക് പരിചയപ്പെടുന്നതും സയൻസ് പഠിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ക്ലാസ് റൂമിൽ നടക്കുന്ന ഒരു പഠന പ്രവർത്തനമായിട്ടാണ് പലപ്പോഴും നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന ഇമ്പ്രഷൻ. പക്ഷെ ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് ആ ക്ലാസ്സിന് വെളിയിലേക്ക് വരുമ്പോൾ സയൻസിന് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഐൻസ്റ്റൈനെ ഒന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് തുടങ്ങാം. ഐൻസ്റ്റൈൻ്റെ ഒരു പ്രധാനപ്പെട്ടൊരു കോട്ടുണ്ട്. ഒരുപാട് കോട്ടുകൾ ഐൻസ്റ്റൈൻ്റെ പേരിൽ പ്രചരിക്കപ്പെടുന്നുണ്ട്. ഇപ്പോൾ ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുമ്പോൾ അല്പം മൈദ ചേർത്താൽ നല്ല മാർദ്ദവം കിട്ടും, ആൽബർട്ട് ഐൻസ്റ്റൈൻ. ഇങ്ങനെ വരെ നമുക്ക് കിട്ടും വാട്സാപ്പിൽ. ഇത് ശരിക്കും ഐൻസ്റ്റൈൻ്റെ ഒരു കോട്ടാണ്. എഡ്യൂക്കേഷൻ ഈസ് വാട്ട് റിമൈൻസ് ആഫ്റ്റർ വൺ ഹാസ് ഫർഗോട്ടൺ എവറിത്തിങ് ഹീസ് ലേൺഡ് ഇൻ സ്കൂൾ. സ്കൂളിൽ പഠിച്ചതെല്ലാം മറന്നു കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അതാണ് ശരിക്കുള്ള എഡ്യൂക്കേഷൻ. നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം, നമ്മൾ സ്കൂളിൽ പഠിച്ച് കഴിഞ്ഞിറങ്ങിയപ്പോൾ, ഇവിടെ ഇരിക്കുന്നതിൽ ഭൂരിഭാഗം പേരും സ്കൂളിൽ നിന്ന് പഠിച്ച്, ഇത് സ്കൂൾ തന്നെ ആവണമെന്നില്ല, കോളേജായാലും ഒക്കെയാണ്, നമ്മളിത് പഠിച്ചിറങ്ങിക്കഴിഞ്ഞപ്പോൾ നമ്മളിൽ എന്താണ് അവശേഷിക്കുന്നത്, എന്തെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതാണ് എഡ്യൂക്കേഷൻ. അപ്പോൾ സയൻസ് ലീവ്സ് ദ ക്ലാസ് റൂം. നിങ്ങൾ ക്ലാസ് റൂമിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷവും സയൻസ് എന്ന് വിളിക്കുന്ന എന്തെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതാണ് നമ്മുടെ സയൻസിൻ്റെ നോളജ്. ബാക്കിയൊക്കെ നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടി ചെയ്ത ഡെയർ ഷോ ഈവൻറ്റുകൾ അല്ലെങ്കിൽ പസിൽ സോൾവിങ് മാത്രമാണ്. അത് സയൻസ് എഡ്യൂക്കേഷൻ എന്ന രീതിയിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ അത് പഠിച്ചു കഴിഞ്ഞതിന് ശേഷവും ബാക്കിയുണ്ടോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. നമുക്കൊരു ചെറിയ സിമ്പിൾ എക്സാമ്പിൾ. ഇന്ന് ഈ സാധനം ഇല്ലാതെ ഒരു ലൈഫില്ല. നമ്മൾ സ്മാർട്ട് ഫോണിലാണ് എല്ലാം. സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് നമ്മളൊരു ആധുനികതയുടെ അല്ലെങ്കിൽ ഒരു മോഡേൺ ലൈഫിൻ്റെ ഒരു സൂചനയായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഐക്കണായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നൊരു സംഗതിയാണ്. അത് നമ്മുടെ ജീവിതത്തെയും നമ്മൾ ഒരു സമൂഹം എന്ന രീതിയിൽ അതിൻ്റെ സ്വഭാവത്തെയും കൾച്ചറിനെയും പോലും വല്ലാതെ അത് സ്വാധീനിച്ചിട്ടുണ്ട്. ഇപ്പോൾ പണ്ട് ഏറ്റവും കൂടുതൽ വയലൻസും അക്ഷമയും നിന്നിരുന്ന സ്ഥലങ്ങളിലൊന്നാണ് നമ്മൾ ക്യൂ നിൽക്കുന്ന സ്ഥലങ്ങൾ. നമ്മുടെ ക്യൂകൾ ഇപ്പോൾ എത്ര ശാന്തമാണെന്ന് നോക്കും. അത് പണ്ട് ഇങ്ങനെ ക്യൂ ഒരാൾ ഫ്രണ്ടിലോട്ട് നീങ്ങിയാൽ നമ്മൾ അയാളുടെ മുതുകത്ത് നിന്നിടിക്കും. ഇപ്പോൾ ഫ്രണ്ട് നിൽക്കുന്ന ആൾ നീങ്ങിപ്പോയാൽ നമ്മൾ അറിയില്ല. ബാക്കിൽ നിന്ന് ആരെങ്കിലും ഓർമ്മിപ്പിച്ചാലേ ക്യൂ നീങ്ങിയല്ലേ എന്നറിയാം. അത്രയും നമ്മൾ അബ്സോർബ്ഡ് ആയി നിൽക്കാൻ കഴിയുന്നു. അപ്പോൾ അങ്ങനെ അത് ഒരു കൾച്ചറൽ ട്രാൻസ്ഫർമേഷനാണ്. നമ്മൾ സാംസ്കാരികമായി തന്നെ നമ്മളെ മാറ്റാൻ ഇതിന് കഴിഞ്ഞു. ഈ സാങ്കേതിക വിദ്യ അതൊരു ടിപ്പിക്കൽ ഒരു ടെക്നോളജിക്കൽ പ്രോഡക്റ്റ് ആയിരിക്കുമ്പോൾ ഇതെങ്ങനെയാണ് സാധ്യമായത്? അതിന് പിന്നിൽ എന്തൊക്കെയാണ് ഉള്ളത്, അല്ലെങ്കിൽ എന്തൊക്കെ ഉണ്ടെങ്കിലാണ് ഇങ്ങനൊരു സാങ്കേതിക വിദ്യ സാധ്യമാകുന്നത്? ഇതിന് ഉത്തരം കണ്ടെത്താൻ നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ നാട്ടിൽ ഒരുപാട് ക്ലെയിംസ് ഉണ്ട്. പണ്ട് 5000 വർഷം മുമ്പ് നമ്മൾ ലൈവ് ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അന്ന് എന്തുകൊണ്ട് അങ്ങനെ ഒരു സാങ്കേതിക വിദ്യ അസാധ്യമാണ് എന്ന് മനസ്സിലാക്കാൻ കൂടെ ഇങ്ങനെ ഒരു തോട്ട് നമുക്ക് സഹായിക്കും. അപ്പോൾ നമുക്ക് ഓരോന്നും എടുക്കും. ഇപ്പോൾ സ്ക്രീൻ, നമ്മളുടെ ലാപ്ടോപ്പിൻ്റെ ഈ ഒരു സ്മാർട്ട് ഫോണിന് ഒരുപാട് വശങ്ങളുണ്ട്. നമ്മൾ പാട്ട് കേൾക്കാൻ ഉപയോഗിക്കും, വീഡിയോ റെക്കോർഡ് ചെയ്യാൻ ഉപയോഗിക്കും, വീഡിയോ കാണാൻ ഉപയോഗിക്കും, ഓഡിയോ റെക്കോർഡ് ചെയ്യാൻ ഉപയോഗിക്കും, പാട്ട് കേൾക്കാൻ ഉപയോഗിക്കും, സംസാരിക്കാൻ ഉപയോഗിക്കും. ഇന്നത്തെ ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ ഫോൺ വല്ലപ്പോഴൊക്കെ നമ്മൾ സംസാരിക്കാൻ ഉപയോഗിക്കും എന്നുള്ളതാണ്. ഫോൺ എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നുന്നത് ടെലിഫോണാണ്, അല്ലേ? തമിഴിൽ തൊലൈപ്പേച്ചി എന്നാണ്. ഞാൻ വെളിയിൽ ദൂരെ സംസാരിക്കാനുള്ളൂ, പക്ഷേ നമ്മളിപ്പോൾ വല്ലപ്പോഴും സംസാരിക്കാൻ ഉപയോഗിക്കുന്നുള്ളൂ. ബാക്കി ഒരുപാട് പർപ്പസിന് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമ്മളൊരു ഇതിൻ്റെ പല ആസ്പെക്റ്റുകളിൽ ഒരു ആസ്പെക്റ്റ് മാത്രമായിട്ടുള്ള അതിൻ്റെ ഡിസ്പ്ലേ നമ്മളൊന്ന് പരിഗണിക്കും. എല്ലാം കൂടെ കോംപ്രിഹെൻസീവായിട്ട് പരിഗണിക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ് ഡിസ്പ്ലേ എടുക്കുന്നത്. ഇപ്പോൾ സ്മാർട്ട് ഫോൺ നമ്മൾ ഓപ്പൺ ചെയ്ത് അതിൻ്റെ സ്ക്രീൻ ഓൺ ആയിരിക്കുമ്പോൾ അതിൻ്റെ ഒരു വൈറ്റ് ആയിട്ട് കാണുന്ന ഒരു പ്രദേശം, ഒരു വെളുത്ത ഭാഗത്ത് നമ്മളൊരു മൈക്രോസ്കോപ്പിലൂടെ സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ചിത്രത്തിൽ വലതുവശത്ത് കാണുന്ന പോലെ ഒരു സംഗതിയായിരിക്കും നമ്മൾ കാണുക. നമ്മൾ വൈറ്റ് കളർ അല്ല കാണാൻ പോകുന്നത്. അവിടെ കാണാൻ പോകുന്നത് റെഡ്, ഗ്രീൻ, ബ്ലൂ എന്നിങ്ങനെ 3 നിറങ്ങളുള്ള ബൾബുകൾ അടുക്കിങ്ങനെ ഒരു വരിയായിട്ട് കത്തിക്കിടക്കുന്ന ഒരു ഗ്രിഡാണ് കാണാൻ പോകുന്നത്. അത് മൈക്രോസ്കോപ്പിന് വെളിയിൽ കൂടെ വെള്ള നിറത്തിലാണ് കാണുക. പക്ഷേ അത് മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് വളരെ ലളിതമായിട്ടൊരു ഹാൻഡ് ഹെൽഡ് മൈക്രോസ്കോപ്പിൽ ആർക്കും ബോധ്യപ്പെടാവുന്ന കാര്യമാണ്. ഇതിനകത്ത് മാജിക്ക് ഒന്നുമില്ല. നമ്മുടെ സ്മാർട്ട് ഫോൺ സ്ക്രീനുകളിൽ ഇങ്ങനെയാണ്. സ്മാർട്ട് ഫോൺ എന്നല്ല, ഇന്നത്തെ ഡിജിറ്റൽ സ്ക്രീൻസ്, ഒരു LED പ്രൊജക്ട്, LCD സ്ക്രീനോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെയാണ്. വൈറ്റ് കളർ എന്ന് കാണുന്ന പ്രദേശം നമ്മൾ സൂം ചെയ്ത് കഴിഞ്ഞാൽ ഈ 3 കളറായിട്ട് സ്പ്ലിറ്റ് ആവും. എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? ഇത് ഓരോന്നും ഓരോ LED, ഒരു കുഞ്ഞ് LED ലാമ്പാണ്. നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന LED ലാമ്പ് എന്ന് പറയുന്ന LED ബൾബ് എന്ന് വിളിക്കുന്നതിനകത്തൊരു സാങ്കേതിക പ്രശ്നമുണ്ട്. ഒരു ലാമ്പാണ്.
LED എന്ന് പറയുന്നൊരു സംഗതി, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് എന്ന് പറയുന്നൊരു സാങ്കേതിക വിദ്യയാണ് ആ പ്രകാശം പുറപ്പെടുവിക്കുന്നത്. അത് 3 നിറങ്ങളിൽ പ്രകാശം പുറപ്പെടുവിക്കാൻ കഴിയുന്ന LED-കളെ അടുക്കി നിർത്തി ഈ 3 നിറങ്ങൾ വെച്ചാണ് സ്മാർട്ട് ഫോൺ ഡിസ്പ്ലേ എല്ലാ കളേഴ്സും ഉണ്ടാക്കുന്നത്. ഈ 3 എണ്ണത്തിൻ്റെ പല അളവിലുള്ള കോമ്പിനേഷനാണ് ബാക്കി നിറങ്ങളെ സൃഷ്ടിക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൽ ഈ LED എന്ന് പറയുന്ന സംഗതി ഒരു കൃത്രിമ പ്രകാശ സ്രോതസ്സാണ്, അല്ല ആർട്ടിഫിഷ്യൽ ലൈറ്റ് സോഴ്സ്. നമുക്ക് ഒരുപാട് ആർട്ടിഫിഷ്യൽ ലൈറ്റ് സോഴ്സ് ഉണ്ട്. മനുഷ്യൻ ഉപയോഗിച്ച ഏറ്റവും ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ലൈറ്റ് സോഴ്സ് എന്ന് പറഞ്ഞത് സിംപിളി തീയാണ്. നമ്മൾ തീ കത്തിച്ചാണ് ആദ്യമായിട്ട് കൃത്രിമ പ്രകാശം ഉണ്ടാക്കുന്നത്. അതിനുശേഷം നമ്മൾ പല സംഗതികളും കണ്ടുപിടിച്ചപ്പോൾ നമുക്കറിയാവുന്ന തോമസ് ആൽവ എഡിസൺ കണ്ടുപിടിച്ച ഇലക്ട്രിക് ബൾബ്, അതൊരു ഫിലമെൻറ്റ് കത്തിച്ചിട്ടാണ്. നമ്മൾ ഇന്ന് മെഴുകുതിരി ഉപയോഗിക്കുമ്പോൾ മെഴുകുതിരി തീ എന്ന് പറഞ്ഞ സംഗതി എന്നുള്ള ലൈറ്റാണ് ഉപയോഗിക്കുന്നത്. ഫിലമെൻറ്റ് ബൾബ് വന്നു. അത് കഴിഞ്ഞ് നമുക്ക് ഫ്ലൂറസെൻറ്റ് ലാമ്പ്, ട്യൂബ് ലൈറ്റ് നമ്മൾ വിളിക്കുന്ന ഫ്ലൂറസെൻറ്റ് ലാമ്പ് വന്നു. പിന്നെ അതിൻ്റെ തന്നെ ചെറിയ ഫോമായിട്ടുള്ള കോമ്പാക്ട് ഫ്ലൂറസെൻറ്റ് ലാമ്പ് വന്നു. ഇതിൽ നിന്നെല്ലാം ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ടെക്നോളജിയാണ് LED എന്ന് പറയുന്നത്. അതിനൊരുപാട് ലൈറ്റ് എഫിഷ്യൻസി ഉള്ളതുകൊണ്ട് നമ്മൾ സർക്കാർ തലത്തിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുകയും പഴയ ലൈറ്റ് സോഴ്സസിനെ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഈ LED പ്രവർത്തിക്കുന്നത് എങ്ങനെയെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ക്വാണ്ടം മെക്കാനിക്സ് അറിയണം. ക്വാണ്ടം മെക്കാനിക്സ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നില്ല. പൊതുവെ ക്വാണ്ടം മെക്കാനിക്സിന് ഒരു ചീത്തപ്പേരുണ്ട്, ആർക്കും മനസ്സിലാവാത്ത വിഷയമാണ്. നീൽസ് ബോർ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ തുടക്കക്കാരിലൊരാളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കോട്ടുണ്ട്, ഇഫ് യു ആർ നോട്ട് ഷോക്ക്ഡ് ബൈ ക്വാണ്ടം മെക്കാനിക്സ് യു ഹാവ് നോട്ട് അണ്ടർസ്റ്റുഡ് ഇറ്റ്. നിങ്ങൾക്ക് ക്വാണ്ടം മെക്കാനിക്സിൽ നിങ്ങൾക്ക് ഷോക്ക് ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടില്ല. അതുപോലെ തന്നെ റിച്ചർഡ് ഫൈൻമാൻ എന്ന് പറയുന്ന ക്വാണ്ടം ഇലക്ട്രോ ഡൈനാമിക്സ് എന്ന് പറയുന്നൊരു ഫീൽഡിന് നോബൽ പ്രൈസ് കിട്ടിയ ആൾ പറയുന്നത്, ഐ എം പ്രെറ്റി ഷുവർ ദാറ്റ് നോ വൺ അണ്ടർസ്റ്റാൻഡ്സ് ക്വാണ്ടം മെക്കാനിക്സ്. ഓൾ ദാറ്റ് വി നോ ഈസ് ദാറ്റ് ഇറ്റ് വർക്ക്സ്. ക്വാണ്ടം മെക്കാനിക്സ് പ്രവർത്തിക്കും എന്നുള്ളതല്ലാതെ അത് ആർക്കും മനസ്സിലായിട്ടില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പാണ് എന്നാണ് ഒരു നോബൽ സമ്മാനം കിട്ടിയ ഫിസിസിസ്റ്റിൻ്റെ അഭിപ്രായം. അങ്ങനെ ഒരു ചീത്തപ്പേരുണ്ട് ക്വാണ്ടം ഭൗതികൻ. അത് തന്നെയാണ് പല ആളുകളും ഒരു വരം പോലെ എടുത്ത് ഉപയോഗിക്കുന്നത്. ആത്മാവും പറങ്കിമാവും ഒക്കെ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കൊണ്ടുകയറ്റും. ഈ ക്വാണ്ടം മെക്കാനിക്സിൽ ആറ്റങ്ങൾ എങ്ങനെയാണ്, ഇലക്ട്രോൺസ് എങ്ങനെയാണ് അവയ്ക്ക് ചുറ്റിരിക്കുന്നത്, ഇലക്ട്രോൺ എങ്ങനെയാണ് എനർജി ബാൻഡുകൾ ഫോം ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു ബാൻഡിൽ നിന്ന് വേറൊരു ബാൻഡിലേക്ക് ഇലക്ട്രോൺസ് പോകുമ്പോൾ പ്രകാശത്തിന് പുറത്തേക്ക് വരാൻ കഴിയുന്നത്, ഇങ്ങനെയൊക്കെയുള്ള തിയറട്ടിക്കൽ പക്ക തിയറിയാണ് LED എന്ന് പറയുന്ന ഒരു ടെക്നോളജിയെ സാധ്യമാക്കുന്നത്. അപ്പോൾ ക്വാണ്ടം മെക്കാനിക്സ് അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് LED ഉണ്ടാക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ LED ഉണ്ടെങ്കിൽ ഈ സ്മാർട്ട് ഫോൺ ഡിസ്പ്ലേയിൽ ഈ കളർ ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ തീർന്നില്ലല്ലോ, എല്ലാ കളറും ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഈ 3 കളർ വെച്ച് ഉണ്ടാക്കാമെന്നും കൂടെ അറിയണം. നമ്മൾ ഈ 3 കളറുകളെയും വിളിക്കുന്നത് പ്രൈമറി കളേഴ്സ് എന്നാണ്. ഇത് സ്കൂളിൽ എല്ലാ കുട്ടികളും ചെയ്യുന്നൊരു എക്സ്പെരിമെൻ്റാണ്. 3 കളറുള്ള ലൈറ്റ്, ഈ റെഡ്, ഗ്രീൻ, ബ്ലൂ, RGB എന്ന് ചുരുക്കി വിളിക്കുന്ന ഈ കളറുകളെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ 3 കൂടെ ഒരേ അളവിൽ വീണ് കഴിഞ്ഞാൽ അത് വെള്ള നിറമായിട്ട് മാറും. അളവുകൾ വ്യത്യാസപ്പെട്ട് കഴിഞ്ഞാൽ ഇതിനിടയ്ക്കുള്ള പല ഷെയ്ഡുകളാണ്, അതാണ് നമ്മൾ പ്രൈമറി കളേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇത് ഒരുപക്ഷെ സ്കൂളിൽ പഠിക്കുമ്പോൾ നമുക്ക് തോന്നുക ഈ 3 കളറുകൾക്ക് എന്തോ ഒരു മാജിക്കൽ പ്രത്യേകത ഉള്ളതുകൊണ്ടാണ് ഇവയ്ക്ക് എല്ലാ കളേഴ്സിനെ ഉണ്ടാക്കാൻ പറ്റുന്നതെന്ന് നമുക്ക് തോന്നും. അവയെ പ്രൈമറി കളേഴ്സ് എന്ന് വിളിക്കുന്നത് ആ കളേഴ്സിന് എന്തെങ്കിലും പ്രത്യേകത ഉള്ളതുകൊണ്ടല്ല, അത് ആ കളേഴ്സിൻ്റെ പ്രത്യേകത അല്ല എന്ന് മാത്രമല്ല, എല്ലായിടത്തും ഇത് 3 അല്ല പ്രൈമറി കളേഴ്സ്. റെഡ്, ഗ്രീൻ, ബ്ലൂ എന്നീ കളേഴ്സ് ലൈറ്റ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ വൈറ്റ് ലൈറ്റ് കിട്ടും. എന്നാൽ റെഡ് പെയിൻറ്റും ഗ്രീൻ പെയിൻറ്റും ബ്ലൂ പെയിൻറ്റും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൈറ്റ് പെയിൻറ്റ് കിട്ടത്തില്ല, അത് ബ്ലാക്ക് പെയിൻ്റാണ് ആവാൻ പോകുന്നത്. അത് വേറൊരു തരം മിക്സിങ് ആണ്. അത് പെയിൻറ്റ് മിക്സിങ്, പിഗ്മെൻറ്റ് മിക്സിങ് എന്നൊക്കെ പറഞ്ഞാൽ വേറെയാണ്. അവിടെ പ്രൈമറി കളേഴ്സ് വ്യത്യാസമാണ്. ഇപ്പോൾ പ്രിൻ്റ് എടുക്കാൻ പോകുന്ന സ്ഥലത്തുള്ള പ്രൈമറി കളേഴ്സ് അല്ല LED സ്ക്രീനിൽ ഉപയോഗിക്കുന്ന പ്രൈമറി കളേഴ്സ്. പറഞ്ഞു തരുന്നത് അത് പ്രൈമറി കളേഴ്സ് ആണ് എന്നുള്ള കാര്യം ആ കളേഴ്സിൻ്റെ പ്രത്യേകത അല്ല, പിന്നെ എന്തിൻ്റെ പ്രത്യേകതയാണ്? അത് നമ്മുടെ കണ്ണുകളുടെ പ്രത്യേകതയാണ്. മനുഷ്യൻ്റെ കണ്ണുകൾക്ക് പ്രകാശത്തെ തിരിച്ചറിയാനുള്ള കഴിവുണ്ട്. എല്ലാ പ്രകാശത്തെയും പറ്റില്ല. പ്രകാശം എന്ന് വിളിക്കുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് എന്ന ഒരു വലിയ ബ്രോഡ് ക്ലാസ് ആണ്. അത് വളരെ ഫ്രീക്വൻസി കുറഞ്ഞ റേഡിയോ വേവ്സ്, നമ്മളൊക്കെ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്ന മൊബൈൽ കമ്മ്യൂണിക്കേഷനും റേഡിയോ കമ്മ്യൂണിക്കേഷനൊക്കെ ഉപയോഗിക്കുന്ന റേഡിയോ വേവ്സ് മുതൽ ക്യാൻസറിന് റേഡിയോ തെറാപ്പി എന്ന് വിളിക്കുന്ന നാട്ടും പുറത്തിൻ്റെ ഭാഷയിൽ ലൈറ്റ് അടിപ്പിക്കുക എന്ന് പറയുന്ന ക്യാൻസറിനുള്ള റേഡിയോ തെറാപ്പിയിൽ ഉപയോഗിക്കുന്ന ഹൈലി എനർജറ്റിക് ആയിട്ടുള്ള ഫ്രീക്വൻസി കൂടിയ ഗാമ റൈസ് വരെ ഒരു വലിയ നിര തന്നെ ഉണ്ട് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. അതിലൊരു ചെറിയ ഭാഗം മാത്രമേ കണ്ണുകൾക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റൂ. അതിനാണ് നമ്മൾ വിസിബിൾ ലൈറ്റ് എന്ന് വിളിക്കുന്നത്, ദൃശ്യപ്രകാശം എന്ന് വിളിക്കുന്നത്. അതെങ്ങനെയാണ് നമ്മുടെ കണ്ണ് ഡിറ്റക്ട് ചെയ്യുന്നത്? നമ്മുടെ കണ്ണിൽ കുറേ സ്പെഷ്യലൈസ്ഡ് സെല്ലുകളുണ്ട്, കോശങ്ങളുണ്ട്. ഈ കോശങ്ങളുടെ പ്രത്യേകത അവയ്ക്ക് ലൈറ്റ് വീഴുമ്പോൾ അവയിലെ ഒരു പ്രത്യേക കെമിക്കൽ അതുമായിട്ട് പ്രതികരിക്കും, ആ പ്രകാശത്തിൻ്റെ എനർജി അബ്സോർബ് ചെയ്യും. അത് ഒരു സിഗ്നലായിട്ട് നമ്മുടെ ഒപ്റ്റിക് നെർവ് എന്ന് പറയുന്ന നെർവിലൂടെ ബ്രെയിനിലേക്ക് പോകും. ബ്രെയിൻ ഈ സിഗ്നലിനെ ഇൻ്റർപ്രറ്റ് ചെയ്ത്, ആ വാക്ക് ശ്രദ്ധിക്കണം, ഇൻ്റർപ്രിട്ടേഷനാണ്. ആ സിഗ്നൽ ലൈറ്റ് കാഴ്ചയല്ല. ബ്രെയിൻ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ കുറച്ച് ഈ പറഞ്ഞ പോലെ നമ്മൾ കേട്ട കഥ വേറൊരാളുടെ പറയുമ്പോൾ നമ്മളുടേതായ ചില കടുക് വിറക്കലൊക്കെ ചേർത്തായിരിക്കുമല്ലോ അവതരിപ്പിക്കുന്നത്. ബ്രെയിൻ്റേതായ ചില ഇൻ്റർപ്രിട്ടേഷൻസ് ഒക്കെ കാണും. അപ്പോൾ ചിലത് ഇല്ലാത്തതായിരിക്കും, ചിലപ്പോൾ കുറച്ച് കയറ്റിയൊക്കെ ആയിരിക്കും പറയുന്നത്. അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ബ്രെയിനാണ് ഈ കാഴ്ച ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് ഈ ബ്രെയിൻ അകത്തേക്ക് കിട്ടുന്ന സിഗ്നലിൽ നിന്ന് 2 കാര്യങ്ങളാണ് നോക്കുന്നത്. ഒന്ന്, വീഴുന്ന പ്രകാശം എത്ര തീവ്രമാണ്. 2, അതിനകത്തുള്ള ഫ്രീക്വൻസികൾ ഏതൊക്കെയാണ്.
ഈ ഫ്രീക്വൻസികൾ വേർതിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ പല ഫ്രീക്വൻസികളുടെ പ്രകാശത്തോട് പല രീതിയിൽ പ്രതികരിക്കുന്ന പലതരം കോശങ്ങൾ വേണം. അങ്ങനെ 3 കോശങ്ങളുണ്ട്. അവയാണ് നമ്മൾ കോൺ സെൽസ് എന്ന് വിളിക്കുന്നത്. ഈ കോൺ സെൽസിൽ 3 3 ഫ്രീക്വൻസികളോടാണ് ഏറ്റവും നന്നായിട്ട് പ്രതികരിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് ആ 3 ഫ്രീക്വൻസികളെ നമ്മൾ പ്രൈമറി കളേഴ്സ് എന്ന് വിളിക്കുന്നത്. ആ 3 ഫ്രീക്വൻസികളാണ് നമ്മൾ ഈ റെഡ്, ബ്ലൂ, ഗ്രീൻ എന്ന് വിളിക്കുന്നത്. അവയ്ക്ക് കളറില്ല, അവയുടെ ഫ്രീക്വൻസി മാത്രമേ ഉള്ളൂ. നമ്മുടെ ബ്രെയിനാണ് ആ കളർ ഉണ്ടാക്കുന്നത്. ഇതേ പ്രകാശം വേറൊരു ജീവിയുടെ കണ്ണിലാണ് വീഴുന്നെന്നുണ്ടെങ്കിൽ ഈ കളറൊന്നും അത് കാണുമെന്ന് യാതൊരു ഗ്യാരണ്ടിയും ഇല്ല. കാരണം ഈ കോശങ്ങളല്ല അവിടെ പ്രവർത്തിക്കുന്നത്. നമ്മൾ ഈ ചുവന്ന തുണി എടുത്ത് ഇളക്കി കഴിഞ്ഞാൽ കാള ആക്രമിക്കും എന്നൊരു സിനിമയുടെ മലയാള സിനിമയുടെ ക്ലൈമാക്സ് തന്നെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിൽക്കുന്നത്. കാളയ്ക്ക് നിറങ്ങൾ തിരിച്ചറിയാനുള്ള കഴിവില്ല. ചുവന്ന നിറം കെട്ടി കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കും, നിങ്ങൾ രാവിലെ എണീറ്റ് വരുമ്പോഴത്തേക്ക് ഒരുത്തൻ ഫ്രണ്ടിൽ നിന്നൊരു ലുങ്കി ഇങ്ങനെ കുലുക്കുന്നു, നിങ്ങൾക്ക് എന്ത് തോന്നും? നിങ്ങൾക്ക് ദേഷ്യം വരും. അത് തന്നെയാണ് കാളയ്ക്കും വരുന്നത്. അത് ചുവന്ന നിറം ആയതുകൊണ്ടല്ല, ഇവൻ എന്തോ കാണി, ഇവൻ ഞാൻ ആരാണെന്ന് ഇങ്ങനെ ആയിരിക്കും കാള എൻ്റെ ഒരു ഊഹം അതാണ്. അതിൽ ചുവന്ന നിറം അതിനെ കാണാൻ പറ്റത്തില്ല. ഒരു തുണിയിട്ട് കിളക്കുന്ന എന്തോ പ്രശ്നമുണ്ട്, ഇവൻ എനിക്കിട്ടെന്തോ വരികയാണ്, കാള വയലൻ്റ് ആയേക്കാം, അത് മാത്രമേ ഉള്ളൂ. പറഞ്ഞു വന്നത് നമ്മുടെ കണ്ണുകളുടെ പ്രത്യേകതയാണ് പ്രൈമറി കളേഴ്സ്, അല്ലാതെ കളേഴ്സിൻ്റെ പ്രത്യേകത അല്ല അവ പ്രൈമറി കളേഴ്സ് ആണെന്നുള്ളത്. ഞാൻ പറഞ്ഞു വന്നത് ഇപ്പോൾ ഇതിനകത്ത് ഫിസിക്സ്, ബയോളജി, കെമിസ്ട്രി ഇങ്ങനെയൊന്നും എല്ലാം ഉണ്ട്. ഈ ഫോട്ടോ ട്രാൻസ്ഡക്ഷൻ എന്ന് വിളിക്കുന്നൊരു പ്രോസസ്സാണ് അകത്തേക്ക് വരുന്ന ലൈറ്റിനെ ഒരു നെർവ് സിഗ്നലാക്കി മാറ്റുന്നത്. അതിലൊരു ഓപ്സിൻസ് എന്ന് വിളിക്കുന്ന ചില പ്രത്യേകതരം മോളിക്യൂൾസ് ഈ ലൈറ്റിനോട് പ്രതികരിക്കുന്നുണ്ടാണ്. അതിന് ഫോട്ടോ കെമിസ്ട്രി എന്ന് പറയുന്നൊരു ഏരിയയാണ്. അപ്പോൾ ഇതിനകത്ത് കെമിസ്ട്രിയും ഫിസിക്സും ഒക്കെ ഉണ്ട്. ഈ 3 നിറങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ബാക്കി കളേഴ്സിനെ മനസ്സിലാക്കുന്നത് എന്ന് കണ്ടെത്തിയത് ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ എന്ന് വിളിക്കുന്ന ഒരു ഫിസിസിസ്റ്റാണ്. കണ്ണിൻ്റെ പ്രത്യേകത കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ചോദ്യം ഇതാണ്, നമ്മൾ എവിടെയാണ് ഈ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ മതിൽ കെട്ടുന്നത് എന്നുള്ളതാണ്. നമുക്കങ്ങനെ മതിൽ കെട്ടാൻ പറ്റില്ല. അത് എൻ്റെ ഒരു ഫേവറേറ്റ് ഉദാഹരണമാണ് ഈ മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ പേര് വെങ്കിട്ടരാമൻ രാമകൃഷ്ണൻ, അല്ലെങ്കിൽ വെങ്കി രാമകൃഷ്ണൻ എന്നറിയപ്പെടുന്ന ഒരാളാണ്. പത്രങ്ങളിൽ ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ എന്ന് വിളിക്കും, ഇന്ത്യൻ ഒറിജിൻ സയൻറ്റിസ്റ്റ് എന്ന് വിളിക്കുന്നതാണ് മാന്യമായ പ്രയോഗം. അദ്ദേഹത്തിന് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ഇല്ല. അപ്പോൾ ഈ ഹാസ് എ നോബൽ പ്രൈസ് ഇൻ കെമിസ്ട്രി. 2009 അദ്ദേഹത്തിന് കെമിസ്ട്രിയുടെ നോബൽ പ്രൈസ് കിട്ടുന്നത് ജീവകോശങ്ങൾക്കുള്ളിലുള്ള റൈബോസോംസ് എന്ന് പറയുന്ന സെൽ കമ്പോണൻ്റ് എങ്ങനെയാണ് പ്രോട്ടീൻ ഉണ്ടാക്കുന്നത് എന്ന് കണ്ടെത്തിയതിനാണ്. ആ രഹസ്യം മനസ്സിലാക്കിയെടുത്തതിനാണ്. ഭയങ്കര ക്രിട്ടിക്കലായിട്ടൊരു കണ്ടെത്തലാണ് ബയോളജി മനസ്സിലാക്കുന്നത്. പക്ഷേ അതൊരു കെമിസ്ട്രിയാണ് അദ്ദേഹം കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കൊടുത്തിരിക്കുന്നത് കെമിസ്ട്രിയിലാണ്. റൈബോസോംസ് എന്ന് ചോദിച്ചാൽ ഒരു സാധാരണ സ്കൂൾ വിദ്യാർത്ഥിയോട് ചോദിച്ചു കഴിഞ്ഞാൽ ബയോളജി ക്ലാസ്സിൽ പഠിക്കുന്ന കാര്യമാണ്. സെൽ കമ്പോണൻ്റ് ആണ്. ലിവിങ് സെല്ലിൻ്റെ അകത്താണ് റൈബോസോംസ് ഉള്ളത്. അതിനകത്ത് പ്രോട്ടീൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് ഈ റൈബോസോംസിൻ്റെ പണി. അപ്പോൾ ഈ റൈബോസോംസിൻ്റെ വർക്കിംഗ് കണ്ടുപിടിച്ചതിന് പുള്ളിക്ക് കെമിസ്ട്രി നോബൽ പ്രൈസ് കൊടുത്തു. പുള്ളിയുടെ വർക്ക് ബയോളജിയിലാണ്. ഈ പുള്ളിയുടെ ഫിസിക്സിലാണ് പുള്ളിയുടെ PhD എന്ന് പറയുന്നത്. തിയറട്ടിക്കൽ ഫിസിക്സിലാണ് അദ്ദേഹം PhD എടുത്തിരിക്കുന്നത്. ഒരു ക്ലാസിക് എക്സാമ്പിളാണ്. ഒരാൾ പഠിക്കുന്ന വിഷയവും അയാൾ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പോകുന്ന വിഷയവും തമ്മിൽ അങ്ങനെ പ്രത്യേകിച്ചൊരു കണക്ഷൻ ഉണ്ടാവണം എന്നൊന്നുമില്ല. ഉണ്ടാകാം, അതൊരു കൺവീനിയൻസ് മാത്രമാണ്. പക്ഷേ ഇത് ബേസിക്കലി നമ്മുടെ മുമ്പിൽ ഇതിനകത്ത് ഈ മതിലുകളില്ല. ഇതൊരു സയൻസ് എന്ന് പറയുന്ന ഒരു യൂണിഫൈഡ് എൻഡവർ എന്നാണ് പൊതുവെ വിളിക്കുക. അതായത് ഒറ്റ സംഗതിയുള്ളൂ, അതാ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ളൊരു മാർഗ്ഗമാണ്. റിലയബിളായിട്ട് മനസ്സിലാക്കാനുള്ളത്. അതായത് ലോകത്ത് ഒരുപാട് കാര്യങ്ങൾ ലോകത്തുണ്ട്. നമുക്കിതിനെക്കുറിച്ച് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ, നമ്മളെല്ലാവരും ഒരേ ലോകത്താണ് ജീവിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരേ കാര്യമാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ആ ലോകത്തെക്കുറിച്ചാണ് മനസ്സിലാക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരേ കാര്യമാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള അറിവുകളെ അല്ലെങ്കിൽ മനസ്സിലാക്കലിനെയാണ് നമ്മൾ ഒബ്ജക്റ്റീവ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് വിളിക്കുന്നത്. വസ്തുനിഷ്ഠമായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്. മറ്റത് സബ്ജക്റ്റീവാണ്. ഓരോരുത്തർക്കും ഓരോ രീതിയിൽ, പലരും പലതായി കാണും. മറ്റേ ആനയെ കണ്ട 4 അന്ധരുടെ കഥ നമ്മൾ പറയുമ്പോൾ നമ്മൾ ഈ സബ്ജക്റ്റിവിറ്റിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. പക്ഷെ അത് ആനയാണ് എന്നൊരു ആന എന്ന് പറഞ്ഞ ജീവി ഒന്ന് തന്നെയാണല്ലോ എല്ലാവരും. ആ ഒരു ഒബ്ജക്റ്റീവ് അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് പോകുന്നതിന് മനുഷ്യന് പല ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട്. ലോകം ഒന്നേ ഉള്ളൂ, ഇതാണ് നമ്മൾ അംഗീകരിക്കേണ്ട കാര്യം. നമ്മളെല്ലാവരും ജീവിക്കുന്ന ഒരേ ലോകമാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരേ യാഥാർത്ഥ്യമായിരിക്കണം. അല്ല, എനിക്കൊരു റിയാലിറ്റിയും മറ്റേയാളിന് വേറൊരു റിയാലിറ്റിയും എന്നാണ് ഒരാൾ പറയുന്നതെങ്കിൽ അയാളുമായിട്ട് നമുക്ക് സംസാരിക്കാനേ ഒന്നുമില്ല. ഇറ്റ് ഈസ് ബിയോണ്ട് ഡിസ്കഷൻ. ഒരു ഡിസ്കഷനും അവിടെ സ്കോപ്പില്ല. ഒരേ ലോകമാണെങ്കിൽ യാഥാർത്ഥ്യം ഒന്നാണ്. അപ്പോൾ അതിനെ വിശദീകരിക്കുന്ന അറിവും ഒന്ന് തന്നെ ആയിരിക്കും. അത് മനസ്സിലാക്കാനുള്ള ഏറ്റവും റിലയബിൾ ആയിട്ടുള്ള മാർഗ്ഗം എന്ന് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് സയൻസാണ്. വേറൊരു മാർഗ്ഗത്തിലൂടെ നമ്മൾ അങ്ങനെ ഒരു അറിവിലേക്ക് എത്തിയിട്ടില്ല. സയൻസ് ഒരു ദിവസം രാവിലെ ഒരാൾ കണ്ടുപിടിച്ചതല്ല. മനുഷ്യന് സയൻസ് ഉണ്ടാകുന്നതിന് മുമ്പ് നമ്മൾ ലോകത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൽ പലതും ഒബ്ജക്റ്റീവായിരുന്നു, ചിലത് പക്ഷേ അത് ഒബ്ജക്റ്റീവ് അല്ലായിരുന്നു, പിന്നീട് തിരുത്തപ്പെട്ടു. അതുകൊണ്ട് സയൻസിന് മുമ്പുള്ള അറിവൊന്നും എല്ലാം സബ്ജക്റ്റീവാണ് എന്നല്ല പറഞ്ഞു വരുന്നത്. പക്ഷേ സയൻസ് മനസ്സിലാക്കിയതോടുകൂടി ഒരു അറിവ് ഉണ്ടാക്കാനുള്ളൊരു മാർഗ്ഗം എന്ന രീതിയിൽ നമ്മളതിനെ മനസ്സിലാക്കുന്നതോടുകൂടി നമ്മൾ കണ്ടെത്തുന്നതിനുള്ള, ലോകത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനുള്ള സ്പീഡ് ഭയങ്കരമായിട്ട് കൂടി. അത് നമ്മളുടെ ടെക്നോളജിക്കൽ ഇന്നോവേഷൻസ് ആയാലും ലോകത്തെക്കുറിച്ചുള്ള നമ്മൾ അണ്ടർസ്റ്റാൻഡിങ് ആയാലും ഈ സയൻസ് ഉണ്ടാകുന്ന ഒരു 16th സെഞ്ച്വറിക്ക് ശേഷം 1540കളിലാണ്
സയൻറ്റിഫിക് റെവല്യൂഷൻ തുടങ്ങിയതായിട്ട് നമ്മൾ ഇന്ന് കണക്കാക്കുന്നത്. അപ്പോൾ അതിനുശേഷമുള്ള നമ്മുടെ ഡിസ്കവറീസിൻ്റെയും ഇൻവെൻഷൻസിൻ്റെയും സ്പീഡ് നോക്കിയാൽ അടുത്തടുത്താണ് വലിയ ടെക്നോളജിക്കൽ റെവല്യൂഷൻസ് ഉണ്ടായിട്ടുള്ളത്. അതിന് പിന്നിൽ ഇതിനൊരു വലിയ പങ്കുണ്ട്. പക്ഷേ ഇത് ലോകത്തെക്കുറിച്ചുള്ള അറിവ് കൂടുന്തോറും നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഏത് വിഷയം പഠിച്ചാലും ആ വിഷയത്തിൻ്റെ ചരിത്രം തുടങ്ങുമ്പോൾ ചിലപ്പോൾ അരിസ്റ്റോട്ടലിനെ കുറിച്ച് പറഞ്ഞായിരിക്കും തുടങ്ങുന്നത്. അപ്പോൾ നമുക്കൊരു സംശയം വരും. നമ്മൾ എക്കണോമിക്സ് ക്ലാസ്സിലും പറയും അരിസ്റ്റോട്ടിൽ പറഞ്ഞിട്ടുണ്ട്, ബയോളജി ക്ലാസ്സിലും പറയും അരിസ്റ്റോട്ടിൽ. അപ്പോൾ ശരിക്കും അരിസ്റ്റോട്ടിൽ ആരാണ്? ബയോളജിസ്റ്റ് ആണോ എക്കണോമിസ്റ്റ് ആണോ? ഇങ്ങനെ സംശയം വരും. അന്ന് ഈ വേർതിരിവില്ല. അന്ന് ഈ ലോകത്തെക്കുറിച്ച് അറിയാവുന്ന കാര്യങ്ങളെല്ലാം കൂടെ വളരെ കുറച്ചേ ഉള്ളൂ. ഈ മനുഷ്യരുടെ എല്ലാം പ്രത്യേകത എന്ന് പറയുന്നത് ഇവരെല്ലാം ലോകത്തെക്കുറിച്ച് അറിയാൻ ശ്രമിച്ചവരാണ്. അവരതിനകത്ത് വേർതിരിവ് വന്നു. ഇപ്പം ഐസക് ന്യൂട്ടൺ ഫാദർ ഓഫ് മോഡേൺ ഫിസിക്സ് എന്ന് വിളിക്കുമ്പോഴത്തേക്കും പുള്ളിക്ക് BSc ഫിസിക്സോ MSc ഫിസിക്സോ പോലൊരു ഡിഗ്രി ഒന്നുമില്ല. അതൊക്കെ പിന്നീട് അതിന് ശേഷമാണ്. ഫിസിക്സ് എന്ന് പറഞ്ഞ സംഗതിയൊക്കെ പേരിട്ട് വിളിക്കേണ്ടി വരുന്നത് ഈ ലോകത്തെ മനസ്സിലാക്കാനുള്ള ശ്രമത്തിനിടയിൽ അറിവ് വലുതായി വന്നപ്പോൾ ഈ അറിവ് എല്ലാവർക്കും കൂടെ ഒരാൾക്ക് ആക്സസിബിൾ അല്ലാത്ത വിധം വലുതായി. അപ്പോൾ ഓരോരുത്തരും അവരവരുടെ ഇൻട്രസ്റ്റ് ഉള്ള ഏരിയയിലേക്ക് കൂടുതൽ ആഴത്തിൽ പഠിക്കാൻ ശ്രമിച്ചു. അപ്പോൾ ആ ഏരിയയ്ക്ക് ഒരു പേര് വേണ്ടി വന്നു. അങ്ങനെയാണ് ഈ പേരുകളെല്ലാം ഉണ്ടാകുന്നത്. ഇന്ന് നമ്മൾ ഈ പല പേരിൽ അറിയപ്പെടുന്ന വിഷയങ്ങൾക്കെല്ലാം ഒരു ഹയറാർക്കി നമുക്ക് കാണാൻ പറ്റും. ഹയറാർക്കി എന്ന് പറയുന്നത് ഒരു സോഷ്യൽ ഹയറാർക്കി അല്ല, ആ ഐഡിയയുടെ ഒരു ഹയറാർക്കിയാണ്. അതായത് നമ്മളിപ്പോൾ കാര്യങ്ങൾ സ്ഥിതി ചെയ്യുന്ന വലിപ്പത്തിൻ്റെ സ്കെയിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും താഴെ ദ്രവ്യം ഉണ്ടാക്കിയിരിക്കുന്ന ആറ്റങ്ങളുടെ ന്യൂക്ലിയസിൻ്റെ നടുക്കിരിക്കുന്ന ചെറിയ സബാറ്റമിക് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസ്. അപ്പോൾ അവിടെയൊക്കെ ഫിസിക്സാണ് കൈകാര്യം ചെയ്യുന്നത്. നമ്മൾ ഫിസിക്സാണ് ആ ഏരിയയെക്കുറിച്ച് സംസാരിക്കുന്നത്. തൊട്ട് മുകളിലേക്ക് അപ്പോൾ നമ്മളവയെ തൊട്ട് മുകളിൽ ഈ ഫിസിക്സ് കൈകാര്യം ചെയ്യുമ്പോൾ മെറ്റീരിയലിലാണ് സംസാരിക്കുന്നത്. പക്ഷേ ആ അറിവ് കൈകാര്യം ചെയ്യാൻ നമുക്കൊരു ഫണ്ടമെൻ്റൽ ഫ്രെയിം വർക്ക് ആവശ്യമുണ്ട്. നമുക്ക് ലോജിക്ക് ഇല്ലാത്ത സയൻസ് ഇല്ല. എന്തുകൊണ്ടോ ലോജിക്ക് ഫോർമലായിട്ട് പഠിപ്പിക്കുക എന്ന് പറയുന്നത് ഇച്ചിരി ടഫ് ആയതുകൊണ്ട് നമ്മളുടെ സ്കൂളിലെങ്ങും സയൻസ് കരിക്കുലത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ലോജിക്ക് പഠിക്കുന്നില്ല. നമ്മുടെ ചർച്ച കണ്ട ലോജിക്ക് നമുക്ക് താനേ വരുന്നൊരു സാധനമാണ് എന്ന മട്ടിലാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അങ്ങനെ വരികയേയില്ല. നമ്മുടെ താനേ വരുന്ന ലോജിക്ക് എല്ലാം ലോജിക്കൽ ഫാലസികളാണ്. നമ്മളെല്ലാം വൈകല്യങ്ങളാണ്. അല്ലെങ്കിൽ ചിന്താപക്ഷപാതം എന്നൊക്കെ വിളിക്കുന്ന രീതിയിൽ നമ്മൾ വികലമായ ലോജിക്കുകളാണ് എപ്പോഴും പ്രയോഗിക്കുക. ലോജിക്ക് അതിൻ്റെ രീതിയിൽ പഠിക്കേണ്ടതുണ്ട്. വലിയ ബ്രാഞ്ചാണ്. ചെറിയ ക്ലാസ്സിൽ പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ നമ്മുടെ കരിക്കുലത്തിലാണ് ലോജിക്ക് അതുപോലെ പഠിപ്പിക്കുന്നില്ല. ലോജിക്കും മാത്തമാറ്റിക്സുമാണ് ഇതിൻ്റെ ഫോർമൽ സയൻസസ് എന്ന് വിളിക്കുന്നത്. എല്ലാ സയൻസുകളും പഠിക്കാൻ നോക്കി ഇത് രണ്ടിൻ്റെയും ബലത്തിൽ നിൽക്കൂ. പല ആളുകളും മാത്തമാറ്റിക്സ് പഠിക്കേണ്ടെന്നുള്ളതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ബയോളജി എടുക്കുന്നുണ്ട്. അത് ബയോളജി നേരെ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ മനസ്സിലാവും, മാത്തമാറ്റിക്സും കൂടെ അറിഞ്ഞാലേ അത് മനസ്സിലാവുമെന്ന്. അത് വേറൊരു കാര്യം. അത് നമ്മുടെ പരക്കെ നിൽക്കുന്ന ധാരണകളിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് വെൻ സയൻസ് ലീവ്സ് ദ ക്ലാസ് റൂം, ആ സബ്ജക്റ്റ് ഞാൻ ഓർമ്മിപ്പിക്കുന്നത് അതുകൊണ്ടാണ്. ഇപ്പോൾ ക്ലാസ് റൂമിൽ പുറത്തിറങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും പല കാര്യങ്ങളും അങ്ങനെയല്ല നിൽക്കുന്നത്. അപ്പോൾ ഈ ഫോർമൽ സയൻസസ് മാത്തമാറ്റിക്കും ലോജിക്കുമാണ്. അതിൻ്റെ മുകളിൽ ഫിസിക്സ്, സബാറ്റമിക് പാർട്ടിക്കിൾ, ആറ്റങ്ങൾ എങ്ങനെയാണ് കൂടിച്ചേർന്ന് തന്മാത്രകളാകുന്നത് എന്ന് ചോദിക്കുമ്പോൾ തന്മാത്രകൾ പരസ്പരം റിയാക്ട് ചെയ്ത് പുതിയ തന്മാത്രകളായിട്ട് മാറുന്നത് എങ്ങനെ, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുന്നത് കെമിസ്ട്രി എന്ന് പറയുന്ന ഏരിയയാണ്. ഇത് രണ്ടിനും കൂടെ ചേർന്ന് നമ്മൾ ഫിസിക്കൽ സയൻസസ് എന്ന് വിളിക്കും. ഇതിൽ ചില കെമിക്കൽ മോളിക്യൂൾസിന് സ്വയം റെപ്ലിക്കേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. ലൈഫ് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടിയിലേക്ക് നയിക്കാൻ കഴിയും. അപ്പോൾ ലൈഫുമായിട്ട് നേരിട്ട് ഇടപെടുന്ന കെമിക്കൽസിനെ കുറിച്ച് മാത്രം പഠിക്കുന്ന ഒരു ഏരിയ അത് ബയോ കെമിസ്ട്രി ആവും. എന്നിൽ തന്നെ ലൈഫിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ബയോളജി ആയിട്ട് മാറും. അതിൽ തന്നെ നമ്മൾ പ്ലാന്റ്സിനെ കുറിച്ചോ ആനിമൽസിനെ കുറിച്ചോ ഒക്കെ, അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് സുവോളജി ബോട്ടണിയൊക്കെ പറഞ്ഞ് വേർതിരിവ് വരും. ഇനി ഈ ലൈഫ് ലിവിങ് വേൾഡിൽ ഉള്ള ഒരു ലൈഫ് ഫോമാണ് ശരിക്കും നമ്മളെല്ലാം അഹങ്കാരത്തോടുകൂടി മനുഷ്യവംശം എന്നൊക്കെ വിളിക്കുന്ന ഈ ഹോമോസാപ്പിയൻസ്. അപ്പോൾ ഈ ഹോമോസാപ്പിയൻസിൻ്റെ പ്രത്യേകതകളെ കുറിച്ച് സംസാരിക്കുമ്പോഴത്തേക്കാണ് നമ്മളെങ്ങനെയാണ് സോഷ്യൽ ആനിമൽസ് എന്ന രീതിയിൽ ഇങ്ങനെ പുരോഗമിച്ചത്. അപ്പോൾ നമുക്ക് സോഷ്യൽ സയൻസ് വരും. നമ്മുടെ സൊസൈറ്റി എന്തുകൊണ്ടാണ് ഇങ്ങനെ വർക്ക് ചെയ്യുന്നതെന്നുള്ള ചോദ്യത്തിന് ഉത്തരം വരുമ്പോഴത്തേക്കും അതിൽ മനുഷ്യൻ എന്ന് പറയുന്ന ജീവിയുടെ മാനസികമായിട്ടുള്ള താല്പര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത്, എന്തൊക്കെയാണ് നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കുന്നത്, നമ്മുടെ സൈക്കോളജി അതിനകത്ത് വരും. അപ്പോൾ അങ്ങനെ സൈക്കോളജിയും സോഷ്യോളജിയും ഒക്കെ സോഷ്യൽ സയൻസസ് ആയിട്ട് മാറും. പിന്നെ ബാക്കിയെല്ലാം നമ്മുടെ അഭ്യാസങ്ങളാണ്. മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചവടം ചെയ്യുന്നത് എങ്ങനെയെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എക്കണോമിക്സും കോമേഴ്സും ഒക്കെ വരും. ഇതെല്ലാം അൾട്ടിമേറ്റ്ലി ഒരൊറ്റ ലോകത്ത് നടക്കുന്ന ഒറ്റ വിഷയം തന്നെയാണ്. അതിൻ്റെ പല ആസ്പെക്റ്റിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നമ്മൾ അതിന് പല പേരിട്ട് വിളിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നാച്ചുറൽ സയൻസ് ഉണ്ട്. മനുഷ്യന് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരുപോലെ വർക്ക് ചെയ്യുന്നത് നാച്ചുറൽ സയൻസ്. മനുഷ്യർ ഇങ്ങനെ ആയതുകൊണ്ട് മാത്രം വർക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ് സോഷ്യൽ സയൻസസ് ആയിട്ട് വരുന്നത്. മനുഷ്യൻ്റെ സ്വഭാവങ്ങളാണ് സൊസൈറ്റി ഇങ്ങനെ വർക്ക് ചെയ്യുന്നതിന് കാരണമായിട്ട് മാറിയത് എന്നുള്ള അസംഷനിലാണ് അതങ്ങനെ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ടേക്ക് അവേ എന്ന് പറയുന്നത് സയൻസിന് നമുക്ക് അതിര് കൽപ്പിക്കാൻ പറ്റത്തില്ല. ഇത് ഒറ്റ സാധനമാണ്. ബയോളജിയിലെ ഏതെങ്കിലും ഒരു നിയമത്തെ കോൺട്രഡിക്റ്റ് ചെയ്യുന്ന ഒന്നും ഫിസിക്സ് കാണത്തില്ല. ഫിസിക്സിലൊരു നിയമത്തെ കോൺട്രഡിക്റ്റ് ചെയ്യുന്ന ഒന്നും കെമിസ്ട്രിയിലും കാണാൻ പറ്റില്ല. ഇതെല്ലാം പരസ്പരം ഒരു പൊരുത്തത്തിൽ കൊണ്ടുപോകേണ്ട കാര്യമാണ്. നമ്മുടെ നാട്ടിലെ ചർച്ച ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതൊരു വലിയ ലാക്കാണ്. അതായത് ആളുകൾ ഇത് അംഗീകരിക്കത്തില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു പാരൻ്റൽ ഡിസ്പ്യൂട്ട് വന്നു കഴിഞ്ഞാൽ, ഒരു 30 കൊല്ലം മുമ്പാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സിനിമയിലെ കഥകൾ നോക്കിക്കഴിഞ്ഞാൽ പാരൻ്റൽ ഡിസ്പ്യൂട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് അത് വെച്ച് 5 സിനിമ ഉണ്ടാക്കാം.
ഇപ്പം അങ്ങനെ സിനിമ ഉണ്ടാക്കാൻ പറ്റില്ല, ഒറ്റ ടെസ്റ്റ് മതി. സോ ഐ വുഡ് സേ ദാറ്റ് DNA ടെസ്റ്റ് വാസ് എ സ്റ്റോറി കില്ലർ. ഒരുപാട് കഥകൾ ഇല്ലാതാകുന്നതിന് കാരണം DNA ടെസ്റ്റാണ്. എന്തിനാ തർക്കിക്കുന്നത്? മംഗലശ്ശേരി നീലകണ്ഠൻ, ഞാൻ ഓർമ്മിപ്പിക്കുന്നു, അദ്ദേഹത്തിൻ്റെ അസ്തിത്വ പ്രശ്നം നിൽക്കുന്നത് തന്നെ ഇതിലാണ്. അമ്മ ആരെ ചൂണ്ടി മകനെന്ന് അല്ല അച്ഛനെന്ന് പറയുന്നു, അതാണ് മക്കൾക്ക് അച്ഛൻ എന്നാണ് പറയുന്നത്. അല്ല, DNA ഏത് അച്ഛനെയാണോ ചൂണ്ടുന്നത് അതാണ് അച്ഛൻ. ഞാൻ അമ്മ മാറ്റി പറഞ്ഞാൽ അത് തന്നെയാണ് അച്ഛൻ. അപ്പോൾ ചില ആൾ പക്ഷേ അതുകൊണ്ട് ഇന്ന് ആരും അതിനെ തർക്കിക്കുന്നില്ല. ഇന്നൊരു പാനൽ ഡിസ്പ്യൂട്ടിൽ ഇടപെടുന്ന ഒരാൾ പോലും DNA ടെസ്റ്റ് വേണ്ടെന്ന് പറയില്ല. DNA ടെസ്റ്റ് നടത്തി തീരുമാനമാക്കണം എന്ന് പറയും. ഇതേ DNA തന്നെയാണ് എവല്യൂഷൻ്റെയും കാരണം. അത് പറ്റില്ല, നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് അങ്ങനെ എടുക്കാൻ പറ്റില്ല. ഇത് ഒറ്റ പാക്കേജാണ്. നമ്മൾ കടയിൽ TV വാങ്ങാൻ പോയാൽ എനിക്ക് ഡിസ്പ്ലേ മാത്രം മതി, വോളിയം നിങ്ങൾ വെച്ചോ, അങ്ങനെ പറയാൻ പറ്റില്ല. ഒറ്റ ഇങ്ങനെ എടുക്കണം. സോ ദിസ് ഇസ് എ യൂണിഫൈഡ് എൻഡെവർ.